എവിടെ പോയാലും ഫ്രീ സാമ്പിൾസ് കിട്ടിയാൽ നമ്മൾ വെറുതെ ഇവിടെ ബാത്തിൽ വന്ന് കഴിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ബാത്ത് 2.5 പൗണ്ട് കൊടുക്കാണ്ട് തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് വന്ന് ഇവിടെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റും. അത്യാവശ്യം സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാത്തിൽ വന്നിട്ട് കാര്യമുള്ളൂ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ്. ഇന്ന് ഞാൻ ഒരു സോളോ ട്രിപ്പ് പോവുകയാണ്. എവിടെയാണെന്ന് വെച്ചാൽ ബാത്തിലോട്ടാണ്. സോ ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ബാത്തിലോട്ട് പോകാൻ GWR സ്ട്രൈറ്റ് ഉണ്ട്. സോ ബാത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, എത്ര ചീപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുള്ള് കാണാൻ മറക്കരുത്. സോ ലെറ്റ്സ് ഗോ ടു ബാത്ത്. ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രെയിൻ തന്നെയാണ്. ട്രെയിൻ ലൈൻ ആപ്പ് വഴിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ സ്പ്ലിറ്റ് സേവ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടിക്കറ്റ് റേറ്റ് കുറയും. സോ അങ്ങനെ നമുക്ക് ചീപ്പായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ സീറ്റ് റിസർവ് ചെയ്യുക. കാരണം വീക്കെൻഡ്സിൽ ഭയങ്കര തിരക്കായിരിക്കും, സീറ്റൊന്നും കിട്ടത്തില്ല. സോ റിസർവ് ചെയ്യുന്ന ഫ്രീ ആണ്, അതുകൊണ്ട് റിസർവ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുക. ഗൈസ്, നമ്മളങ്ങനെ ബാത്ത് എത്തിയിരിക്കുകയാണ്. ഗൈസ്, ഇന്ന് ഭയങ്കര വിൻഡി ഡേ ആണ്. നിങ്ങൾ വരുവാണെങ്കിൽ വെതറിൽ പോയിട്ട് വെതർ നോക്കണം കേട്ടോ. ഇന്ന് നല്ല വിൻഡി ഡേ ആണ്. നല്ല തണുത്ത കാറ്റ് അടിച്ച് കയറുന്നുണ്ട്. കൊട്ടെടുക്കാത്തതിന് ഞാൻ ഇപ്പൊ നന്നായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ബാത്തിന്റെ സിറ്റി സെന്റർ. അവിടെയാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത്. സോ അടുത്ത് നമുക്ക് എങ്ങോട്ട് പോകാം എന്നൊക്കെ നോക്കാം. ഓക്കെ, ഇത് സിറ്റി സെന്ററിന്റെ എൻട്രൻസിന്റെ അവിടെ ഉള്ള ആഴ്ചയാണ്. ഫ്ലവർ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് ബാത്തിന്റെ സിറ്റി സെന്റർ. ഇവിടെ എല്ലാതരം ഷോപ്സും ഉണ്ട്. എല്ലാം നമുക്കൊരു പുരാതന റോമൻ സ്റ്റൈലുള്ള ബിൽഡിങ് തന്നെ ബാത്തിൽ കാണാൻ പറ്റും. സോ ഇന്ന് വീക്ക് ഡേ ആയിട്ട് പോലും ഇത്രയും ക്രൗഡ് ഉണ്ട്. ഇപ്പോൾ വീക്കെൻഡ്സിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ നേരെ നമ്മൾ നടക്കുമ്പോൾ ആദ്യം കാണുന്നത് ഇത് റോമൻ ബാത്താണ്. ആ സൈഡിലുള്ള ഒരു അടിപൊളി ബിൽഡിംഗ് എന്ന് പറയുന്നത്. സോ റോമൻ ബാത്തിൻ്റെ അവിടെ നമുക്ക് സീറ്റിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാം. അപ്പം റിലാക്സ് ചെയ്തതിന് കൂടെ തന്നെ ഒരുപാട് മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ സ്ട്രീറ്റ് മ്യൂസീഷ്യൻസ് വന്നിട്ട് പാടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല വൈബാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ബാത്തിൽ വന്നാൽ കഴിക്കേണ്ട 2 കാര്യങ്ങളാണ് ബാത്ത് ബണ്ണും സല്ലിലോൻ ബണ്ണും. ഇപ്പോൾ സല്ലിലോൻ ബണ്ണ് എന്ന് പറയുമ്പോൾ 1680 എസ്റ്റാബ്ലിഷ്ഡ് ആയ ബേക്കറിയാണ്. അവർ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. കണ്ടോ, അന്നത്തെ അതേ ബേക്കറി അവർ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ കൗണ്ടറുണ്ട്. അവിടെ നിന്ന് നമുക്ക് ബണ്ണ് വാങ്ങാൻ പറ്റും. ഇവരുണ്ടാക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ബണ്ണ്. ഇവിടുത്തെ ഈ ഒരു ബണ്ണിൻ്റെ സ്പെഷ്യാലിറ്റി ഇതൊരു ലെമൺ സ്വീറ്റ് ഫ്ലേവർ. ഇഷ്ടംപോലെ കഫേസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ ഞാൻ ബാത്തിൽ വന്ന് കഴിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് ബാത്ത് ബൺ. അപ്പോൾ അത് ബെസ്റ്റായിട്ടുള്ള സ്ഥലം ഈ സുല്ലീസ് കഫേ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. സോ ഞാൻ അതാണ് അവിടെ നിന്ന് വാങ്ങിച്ചത്. സോ എങ്ങനെയുണ്ട് ബാത്ത് ബണ്ണ് നമുക്ക് നോക്കാം. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാൻസി കഫേസിലൊക്കെ നമുക്ക് പോയി ബാത്ത് ബണ്ണൊക്കെ കഴിക്കാൻ പറ്റും. 6 പൗണ്ട് 7 പൗണ്ട് ഒക്കെ റേഞ്ചിൽ. അപ്പം ഞാൻ സാലയിൽ നിന്ന് ഒരു 3 പൗണ്ടിൻ്റെ ബണ്ണ് അത് കഴിച്ച് നോക്കണം എന്ന് ആഗ്രഹിച്ച് കഴിച്ചത്. 1680 അന്നേ ഉണ്ടാക്കുന്ന ഒരു ബണ്ണ് കഴിക്കുന്നത് വെച്ചാൽ അതൊരു ഭാഗ്യമാണല്ലോ. സോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബേക്കിംഗ് ഐറ്റംസിന് പേരിട്ട സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ ബേക്കറീസ് ഉണ്ട്. ഒരുപാട് ഫഡ്ജസും ഐസ്ക്രീംസ് എല്ലാം ഇവിടെ കിട്ടും. എവിടെ പോയാലും ഫ്രീ സാമ്പിൾസ് കിട്ടിയാൽ നമ്മൾ വെറുതെ ഇവിടെ എഴുതാം. അപ്പം ഇവിടെ നിന്ന് കുറച്ച് ഫ്രീ സാമ്പിൾ കിട്ടി. ഇത് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞുതരാം. കൊള്ളാം ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയൊരു ഫീൽ. പക്ക അടിപൊളി കാരമൽ ഫഡ്ജ്. ഇതെനിക്ക് ബണ്ണ്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബണ്ണ് കഴിക്കാൻ മറക്കരുത്. ഇവിടുത്തെ ബാത്ത് ബണ്ണ്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജിലാണ്. ഭയങ്കര ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആണ്. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. പോകുന്ന വഴിയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ബുക്ക് സ്റ്റോളാണ്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പഴയ നൊസ്റ്റാൾജിക് വൈബ് കിട്ടി. നല്ല ഏസ്തറ്റിക് ആയിട്ടുള്ള ബുക്ക് സ്റ്റോള്. ഇതാണ് സിറ്റിയുടെ നടുക്കുള്ള പാരറ്റ് ഗാർഡൻ. ഇവിടെ വന്ന് നമുക്ക് കുറച്ചൊരു ഇരിക്കൊക്കെ ചെയ്യാം. എൻട്രി ഫീ 2.5 പൗണ്ടാണ്. ഇതാണ് പ്യൂട്ടണി ബ്രിഡ്ജ്. 1769 വെച്ച ഈ ബ്രിഡ്ജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നല്ലേ, ലോകത്ത് 4 ബ്രിഡ്ജിന്റെ അകത്ത് മാത്രമേ ഷോപ്സ് ഉള്ള സൗകര്യമുള്ളൂ. ഈ ബ്രിഡ്ജിലും നിറയെ ഷോപ്സ് ആണ്. കൂടുതലും കഫേസും റെസ്റ്റോറൻറ്റ്സും ആണ്. കാരണം നല്ലൊരു വ്യൂവിലിരുന്ന് ഫുഡ് കഴിക്കാൻ ആരാഗ്രഹിക്കാത്ത. മാത്രമല്ല പഴയ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ. സിൽവർ കോയിൻസും കാര്യങ്ങളൊക്കെ ഉള്ള. മാത്രമല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും ഇവിടെ ഉണ്ട്. ഈ പാലത്തിന്റെ അങ്ങേയറ്റം സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോകുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. മാത്രമല്ല ക്രൂസ് ഒക്കെ പോകണമെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്.
എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ബാത്ത് മാർക്കറ്റിലാണ്. നിങ്ങൾ ഷോപ്പേ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഇവിടെ പോയി നോക്കണം. ഇവിടെ ഒരുപാട് റോമൻ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ടർക്കിഷ് ലൈറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ സാധനങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ പോകുന്നതാണ് നമ്മുടെ ബാത്തിലെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ. ഇവിടെ ഇത് കാണാനാണ് എല്ലാവരും വരുന്നത്. അതെ, ഹോട്ട് സ്പ്രിംഗ്. അപ്പം ഞാൻ പോകുന്നത് റോമൻ ബാത്തിലാണ്. ഇവിടെ നമുക്ക് ആദ്യം അവരൊരു ഓഡിയോ ഫോൺ തരും. ആ ഫോണിൽ എല്ലാ ലാംഗ്വേജസും അവൈലബിൾ ആണ്, മലയാളം ഒഴിച്ച് തമിഴ്, ഹിന്ദിയൊക്കെ ഉണ്ട് കേട്ടോ. സോ എന്താ ഇത് വെച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ കാണുന്ന സൈൻ ബോർഡ്സിൽ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസിൽ അവർ സൈൻ ബോർഡ്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ ഡയൽ ചെയ്ത് കൊടുക്കണം ആ നമ്പർ. അപ്പോൾ അവരത് എക്സ്പ്ലെയിൻ ചെയ്തിടും. എൻ്റെ ഹിസ്റ്ററി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിടും കേട്ടോ. ശരിക്കും ഞാനൊരു റോമൻ ഈ ഉള്ളിലോട്ട് കയറിയപ്പോൾ മൊത്തത്തിൽ ഞാനൊരു റോമൻ കാലഘട്ടത്തിൽ പോയൊരു ഫീലായിരുന്നു കേട്ടോ. അന്നത്തെ കാലത്തെ എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും നല്ലൊരു ഫീലായിരുന്നു ഗൈസ്. ഇതാണ് അന്നത്തെ വിമൻസിന്റെ ഡ്രസ്സിങ് സ്റ്റൈൽ. അവരുടെ ഹെയർ സ്റ്റൈൽ ഉണ്ടോ, ഈ ഹെയർ സ്റ്റൈലാണ് പ്രത്യേകത കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവർ വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് 70 AD പണി കഴിപ്പിച്ച സ്ഥലമായതുകൊണ്ട് തന്നെ അന്നത്തെ രാജാവും അവരുടെ സ്കെൽറ്റൻസും, ഇതൊരു ഹോളി പ്ലേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ദൈവം സുലിസ്, അക്ബർ സുലിസ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ ഭാഗത്തിന്റെ ഈ ഒരു ഹോട്ട് സ്പ്രിംഗ് കണ്ടോ, ഇത് 46°C ആണ് കേട്ടോ. ഇവിടെ നിന്നാണ് വെള്ളം ഉത്ഭവിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഐക്കോണിക് പ്ലേസ് ആണ്, കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. അന്നത്തെ അവരുടെ ലെഷർ ആക്ടിവിറ്റി ആയിരുന്നു ഈ ഹോട്ട് സ്പ്രിംഗിൽ വന്ന് കുളിക്കുക എന്ന് പറയുന്നത്. റിച്ച് മിനറൽസ് ആണ് ഈ വാട്ടർ എന്ന് പറയുന്നത്. അവിടെ 2-3 പേരൊക്കെ അവര് റോമൻ ഡ്രസ് ചെയ്ത് ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പോയി ഫോട്ടോ ഒക്കെ എടുക്കാം. ഈ കൈപ്പത്തി പാർട്ടി ഒന്നല്ല കേട്ടോ, ഇതിനർത്ഥം പീസ് എന്നാണ് ഗൈസ്. ഇതാണ് അന്നത്തെ സോന. അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ അടിയിൽ അവർ തീ ഇടും, എന്നിട്ട് ആ ചൂട് വെച്ചിട്ടാണ് അവർ സോന ചെയ്തുകൊണ്ടിരുന്നത്. ഇതെന്ന് പറയുന്നത് പണ്ടത്തെ ആൾക്കാർ അവരുടെ കോയിൻസ് അറിഞ്ഞിട്ട് ഡ്രീംസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ഇത് കണ്ടോ, ഈ എനർജി വെച്ചിട്ടാണ്, ഈ തെർമൽ എനർജി വെച്ചിട്ടാണ് അവർ ഹീറ്റിംഗ് സിസ്റ്റം ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഞാനും സ്പ്രിംഗ് വാട്ടർ ട്രൈ ചെയ്ത് നോക്കി. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇതിന് തൊട്ടടുത്ത് തന്നെ അവരൊരു ലൈവ് മാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ എന്തൊക്കെ ലെഷർ ആക്ടിവിറ്റീസ് ആണ് അവർ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഷോപ്പ് ചെയ്യാം. ഇതുണ്ടോ, റോയൽ ബാത്തിനെ അതേപോലെ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മൾ പോകുന്നത് റോയൽ അബ്ബയിലാണ്, ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള ആർക്കിടെക്ചറൽ സ്ട്രക്ചറുള്ള ചർച്ച്. ഞാൻ നിൽക്കുന്നത് ബാത്ത് അബ്ബയാണ്. ഇവിടെ നമുക്ക് കയറുന്നതിന് ജനറൽ ഫീ കൊടുക്കണം. അതിവിടെ നിന്ന് എടുത്താലും മതിയാവും. കാരണം വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് വലിയ ക്യൂ ഇല്ല, ബട്ട് വീക്കെൻഡ്സിൽ ചിലപ്പോൾ നല്ല ക്യൂ ഉണ്ടാവും. നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്താലും മതി. 750 പൗണ്ടാണ് റേറ്റ് വരുന്നത്. ഇവിടെ എവിടെ കയറണമെങ്കിലും അഡ്മിഷൻ ഫീ ഉണ്ട്. ഈവൻ പാർക്കിൽ പോലും 2.5 പൗണ്ട് അഡ്മിഷൻ ഫീ ഉണ്ട്. സോ ഇതാണ് പള്ളി, നമുക്ക് കാണാം. ഈ പള്ളിയിലെ ഏറ്റവും പ്രത്യേകതയുള്ള 2 വിൻഡോസിലൊന്നാണ് ഈസ്റ്റ് വിൻഡോ. ഈസ്റ്റ് വിൻഡോ എന്ന് പറയുന്ന ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള കഥയെയാണ് അവർ ഡെപിക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടാണ് അവർ വരച്ച് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെന്ന് പറയുന്ന വെസ്റ്റ് വിൻഡോ. വെസ്റ്റ് വിൻഡോ എന്ന് പറഞ്ഞാൽ ഇവിടെ മുന്നേ ഭരിച്ചിരുന്ന രാജാവിന്റെ ക്രൗണിങ് മൊമെന്റ്സ് ആണ് അവർ ഡെപിക്ട് ചെയ്തിരിക്കുന്നത്. എഡ്ജയർ എന്നാണ് ആ കിങ്ങിന്റെ പേര്. മാത്രമല്ല യുദ്ധത്തിലെ രക്തസാക്ഷിയായിട്ടുള്ളവരുടെയും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയും മോണുമെന്റ്സ് ആയിട്ട് അവരിങ്ങനെ കൊത്തി കൊത്തി വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്ത്. ഇഷ്ടം പോലെ അങ്ങനെ ഉണ്ട് കേട്ടോ. ഈ എൻ്റെ പള്ളിയുടെ ആർക്കിടെക്ചറൽ സ്ട്രക്ചർ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഗൈസ്. നിങ്ങൾക്ക് പുരാതന പള്ളി അങ്ങനെ ഹിസ്റ്ററീസ് അതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പള്ളിയിൽ വന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. അയ്യോ വെറുതെ എന്തിനാ വന്നേ. നാം അത്യാവശ്യം നമ്മൾ 7.5 പൗണ്ട് കൊടുത്തിട്ട് വേണം നമ്മൾ അടുത്ത്. അപ്പോൾ ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ കയറി കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റ് ആണ്. സോ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ വരിക എന്നതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഇതിലൊക്കെ ഭയങ്കര താല്പര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വന്നത്. എനിക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റായിട്ട് തോന്നി ഈ ഒരു നോട്ട്സാണ്. നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പള്ളിക്കകത്ത് തന്നെ ഒരു അടിപൊളി മ്യൂസിയം ഉണ്ട്. അപ്പോൾ അവിടെ പോയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഈ പള്ളിയുടെ എൻ്റയർ ഹീറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ട് സ്പ്രിംഗ് എന്ന് വരുന്ന തെർമൽ എനർജി യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൺലൈസ്ഡ് വൺ അല്ലേ ട്രൈ ചെയ്തത്. അപ്പം ഞാൻ ഈ പ്രാവശ്യം ബാത്ത് പൺ ട്രൈ ചെയ്തു. ബാത്ത് പൺ ഒരു 6 പൗണ്ട് 5 പൗണ്ട് ഒക്കെയാണ് റേഞ്ച് വരുന്നത്. ഇവിടുത്തെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം അടുത്തടുത്താണ്. എല്ലാം നമുക്ക് നടന്നു പോയി കാണാവുന്ന ദൂരമേ ഉള്ളൂ. ഇനി ഒരു മ്യൂസിയം ഉണ്ട്, പക്ഷെ അതിനും 16 പൗണ്ടോ സംതിങ് ചാർജ് കൊടുക്കും. സോ ഞാൻ വിചാരിച്ചു ഓക്കെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന എവിടെയെങ്കിലും പോകും. ഞാൻ വിചാരിച്ചു റിവറിൻ്റെ അടുത്ത് കുറച്ച് വ്യൂ ഉണ്ട്, അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പ്യൂട്ടറി ബ്രിഡ്ജിന്റെ അങ്ങേ അറ്റത്താണ് ഈ പ്ലേസ്. ഇതാണ് സ്ഥലം. ആ കാണുന്നതാണ് നമ്മുടെ പരേഡ് പാർക്ക്. പാർക്കിൽ പോയി ഇരിക്കുന്നതിനേക്കാളും നിങ്ങൾ ഫ്രീ ആയിട്ട് പോകാനാണ് നോക്കുന്നെങ്കിൽ
ഈ ഒരു പ്ലേസ് നൈസാണ്. റിവറിന്റെ അടുത്ത് തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഈ ഒരു സ്പോട്ട്. സോ 2.5 പൗണ്ട് കൊടുക്കാണ്ട് തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് വന്ന് ഇവിടെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വന്ന് പാസേജിലോട്ട് വന്നു കഴിയുമ്പോഴാണ്. ഇവിടെ ക്രൂസ് ഷിപ്പ് ഉണ്ട്. 12 പൗണ്ടാണ് ഒരാൾക്ക് ഇതിൽ പോകാൻ വേണ്ടിയിട്ട്. സോ താല്പര്യമുള്ളവർക്ക് അതിന് പോകാം. ശരിക്കും ബാത്തിലോട്ട് വരുന്നത് അത്യാവശ്യം എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വരാൻ പറ്റത്തില്ല. അത്യാവശ്യം സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാത്തിൽ വന്നിട്ട് കാര്യമുള്ളൂ. ഓരോന്നിനും ഓരോ സ്ഥലത്ത് പോകുന്നതിന്, ഇപ്പൊ റോയൽ ക്രസന്റിന് പോകുന്നതിന് സെപ്പറേറ്റ് നമ്മള് സെപ്പറേറ്റ് ടിക്കറ്റ് പേ ചെയ്യണം. അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ടിക്കറ്റ് പേ ചെയ്യണം. പക്ഷെ ശരിക്കൊരു വല്ലാത്ത എക്സ്പീരിയൻസ്. ലൈഫിൽ ഹോട്ട് സ്പ്രിംഗ് ഒക്കെ നമ്മള് കേട്ടിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ നമ്മൾ നേരിട്ട് കാണാന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. അതിന്റെ ഇപ്പുറത്തുള്ള ഒരു മെയ്സ് പാർക്കാണ് ഇത്. നമ്മൾ മറ്റേ കളിക്കുടുക്കയിൽ വരച്ച് കളിക്കില്ലേ, അതാണ് സംഭവം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാത്ത് സ്കൈലൈനിൽ പോവാം. അത് കുറച്ചധികം നടക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല വിശപ്പായതുകൊണ്ട് ഒരു മൊറോക്കൻ ക്വിസീൻ ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് കയറിയതാണ്. സോ ഞാൻ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്ത് അങ്ങനെ സാധനം എത്തി. ഞാൻ ചിക്കൻ സ്ട്രിപ്സും പിന്നെ അവരുടെ എന്തോ ബ്രെഡ് എടുക്കാത്ത സാധനമാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ബ്രെഡ് വെച്ച ബാസ്ക്കറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ നാരങ്ങ വെള്ളം അവർ കുടിക്കാനാണോ കൈ കഴുകാനാണോ തന്നേന്ന് എനിക്കറിയില്ല കേട്ടോ. ഇന്നൊരു അടിപൊളി ഡേ ആയിരുന്നു. ശരിക്കും നിങ്ങൾ UK ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ നിങ്ങൾ ബാത്ത് വിസിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയ്ക്ക് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ലോഗിൽ ഞാൻ പിന്നെ വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.